ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഡിന്നർ റെസിപ്പിയും പിന്നെ കിച്ചൺ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കീന്. പിന്നെ എന്നോട് എയർ ഫ്രയർ റെസിപ്പീസ് ഒന്ന് ഇൻക്ലൂഡ് ആക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. കമൻസിൽ ഈ ഒരു കുക്കീസിൻ്റെ കണ്ടെയ്നർ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചിരുന്നു. ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചേട്ടാ. ഇതിൻ്റെ തന്നെ കോഫി, ടീ, ഷുഗറൊക്കെ ഇടുന്ന ഈ സെയിം പാറ്റേണിലുള്ള തന്നെ കാനിസ്റ്ററെല്ലാം കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കളറ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ല. അപ്പം ഞാനൊരു ചായയെല്ലാം കുടിച്ച് അപ്പം ഫസ്റ്റ് തന്നെ അതിൻ്റെ പരിപാടികളാണ്. മുന്നേ വ്ളോഗ് കാണുന്നവർക്കറിയാം എൻ്റെ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് ക്രോക്കറി ഐറ്റംസ് എല്ലാം, ബൗള്, കുറച്ച് പാത്രങ്ങളെല്ലാം വെച്ചിനു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഞാനവിടെ കുറച്ച് എന്താ പറയുക ഗ്രോസറി ഐറ്റംസ് വെക്കാമെന്ന് വിചാരിച്ച്, വെറുതെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് ഈ ഒരു ഭാഗത്ത് അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ആവലില്ല. എന്നാലും പിന്നെ വൈറ്റ് കളറും കൂടി ആയതുകൊണ്ട് അങ്ങനെ മനസ്സിലാവില്ല. എന്നാലും പൊടിയില്ല എന്നല്ല, ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രോസറി സംഭവങ്ങളും ജാറുകളൊക്കെ എടുത്ത് വെക്കലാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് കാണാനുള്ള മൊഞ്ച് മാത്രം നോക്കിയിട്ട് ആ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് വെക്കൽ മാത്രമല്ല കേട്ടോ, നമുക്ക് എടുക്കാനുള്ള ആ ഒരു കംഫർട്ടബിളും എല്ലാം നോക്കിയിട്ട് അങ്ങനെയാട്ടോ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലീനാക്കി. ഇനിയിപ്പം കുറച്ച് കിച്ചൺ ടവലെല്ലാം സംഗതി എല്ലാം മടക്കിയും അലക്കിയെല്ലാം വെച്ചാൽ, പക്ഷെ പെട്ടെന്ന് എല്ലാം എടുത്തു വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അങ്ങായിപ്പോവും. അപ്പം ഈ ഒരു ഷെൽഫ് തന്നെയായിരുന്നു ഞാനിങ്ങനെ കിച്ചൺ ടവലിൻ്റെ ഈ ഒരു ബോക്സും വെച്ചിന്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. ഞാൻ അധികം ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് വെക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടിയ പോലെ എനിക്ക് തോന്നലുണ്ട്. കിച്ചൺ മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം മതിയാവില്ല. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ലേറ്റാവും. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ഓരോ ദിവസം അങ്ങനെ ചെയ്യല ഞാൻ അധികവും. അപ്പോൾ ഇന്ന് ഞാൻ പിസ്സ റെഡിയാക്കുന്നത് എയർ ഫ്രയറിലും പിന്നെ സാധാ നമ്മൾ ഓവനിലും ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ അതിൻ്റെ ഡോ എല്ലാം രാവിലെ തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിനേനു. ചിക്കനും ഞാൻ എയർ ഫ്രയറിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ സാധാ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പം ചേർക്കുന്ന മസാലകളും കാര്യങ്ങളെല്ലാം ഇട്ട് പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കൻ ആട്ടോ എടുത്തിന്, ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പിസ്സേൻ്റെ മേലയിലേക്ക് ഇടാനുള്ള ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ചിക്കനും റെഡിയായി കിട്ടും. പിന്നെ കുറച്ച് മഷ്റൂമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് പിന്നെ പിസ്സ സോസ് വീട്ടിലില്ലാത്തവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം. നമ്മൾ സാധാ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എടുക്കാം, അതിലേക്ക് ഒറിഗാനോ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് ചിക്കനും ഇതാ റെഡി ആയിന്. ഇനി ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ മഷ്റൂം ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഓയിലും ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇതിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആഹിൽ നേരത്തെ വന്ന് പറഞ്ഞേനു, റെഡി ആയി കഴിഞ്ഞാൽ ഈ ചീസ് ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കാൻ ഓന് വരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓൻ വന്നിട്ട് നോക്കുന്നുണ്ട് റെഡി ആയിനോ എന്ന്. അങ്ങനെ വെക്കുന്ന മര്യാദക്ക് വെച്ചപ്പോരാ. അപ്പോൾ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കിന്. ഇനിയിപ്പോൾ ഇത് ആ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ബേസായിട്ട് തിക്കായിട്ടല്ല കുറച്ച് തിന്നായിട്ടാട്ടാ പരത്തി കൊടുക്കുന്നത്. തിൻ ക്രസ്റ്റ് ഇവിടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടം. തിക്കായിട്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡെല്ലാം ബാക്കി ഭാഗങ്ങളെല്ലാം തിന്നിട്ട് സൈഡ് അങ്ങ് ബാക്കി വെക്കും. അപ്പം ഞാൻ വിചാരിച്ച്
അങ്ങനെ തിന്നായിട്ട് റെഡിയാക്കാമെന്ന്. അപ്പോൾ ഇത് ആ ഒരു ബേസ് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പിസ്സ സോസ് ഉണ്ടല്ലോ, അതൊന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചീസ് പിന്നെ വെജീസ് കാര്യങ്ങളെല്ലാം ഇട്ട് വീണ്ടും ചീസ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കല. അപ്പോൾ ഇത് റെഡിയാക്കി ഞാൻ പറഞ്ഞല്ലോ ആഹിലിനെ വിളിക്കണം എന്ന് പറഞ്ഞിന് ഇങ്ങനെ ചീസ് ഇടുന്ന സമയത്ത്. അപ്പോൾ ഓൻ വന്നിനേനു എല്ലാം ഇട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ കുട്ടിക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കും. ഇവിടെ കുട്ടികൾക്ക് ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററെല്ലാം റെഡിയാക്കുമ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ അവരാക്കിക്കോളാമെന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമെല്ലാം ഇങ്ങനെ റെഡിയാക്കുമല്ലോ, അപ്പം ഐസിങ് എല്ലാം ചെയ്യുന്ന സമയത്ത് ചിലപ്പം വന്നിട്ട് അവരെന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിലെല്ലാം ആക്കി തന്ന് ഒന്ന് പോവും. അത് കാണുമ്പം നമുക്കൊരു രസമാണല്ലോ. അപ്പോൾ ഇത് ഒരാൾ വന്നിട്ട് ചെയ്യുന്നുണ്ട്, ഒന്നിങ്ങനെ കൈയെല്ലാം പിടിച്ചിട്ട് ആക്കാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഓവനിലേക്ക് വെക്കേണ്ട പിസ്സ റെഡിയാക്കിയിട്ട് വെച്ചിന്. ഇനിയിപ്പോൾ ഇത് എയർ ഫ്രയറിലേക്ക് റെഡിയാക്കലാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ ഷോർട്സ് ഇട്ടിനേനു. അന്നേരം കമൻറ്റിൽ ചോദിച്ചിന് എത്ര നേരം വെച്ചേ എന്നുള്ള ചോദിച്ചിനേനു. ഞാൻ ടെമ്പറേച്ചർ കുറച്ചിട്ട് ഒരു 150 ഡിഗ്രി അതിൽ ഒരു 20 മിനിറ്റോളം വെച്ചിന് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാമല്ലോ ആ ഒരു ബേസ് വെന്ത് വന്നിനോ എന്നുള്ളതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ടെമ്പറേച്ചർ പിന്നെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചീസെല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ബേസ് വെന്ത് കിട്ടുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ടേസ്റ്റ് വൈസ് ഓവനിലാക്കിയതും ഈ എയർ ഫ്രയറിലാക്കിയതെല്ലാം സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അങ്ങനെ മാറ്റമൊന്നുമില്ല. ടൈമും ഏകദേശം രണ്ടും ഒരേ ടൈം തന്നെ എടുത്തിന്. ഓവനിൽ വെച്ചതും ഏകദേശം ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി കിട്ടീന്. പിന്നെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20 മിനിറ്റിന് ഞാൻ വെച്ചിന്. ഇതും ആ ഒരു ടൈമിൽ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ആക്കി നോക്കുക. ബേസാക്കിയിട്ട് വെക്കുന്ന ആ ഒരു ഡോ അധികം തിക്കായിട്ട് വെക്കാണ്ടിരിക്കുക, അതാവുമ്പോൾ പിന്നെ വേവാൻ കുറച്ച് അധികം ടൈം എടുക്കും. അപ്പോൾ ഇതാ നമ്മൾ ഡിന്നർ റെഡി ആയിന്. ഇനി ഇത് കട്ട് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ്സ് അറിയിക്കാനും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.